വർഷം 1979. ഞാൻ നായാട്ടിന് പോയിരുന്ന കാലം. എൻ്റെ പേര് കേളു. എൻ്റെ സുഹൃത്താണ് കൊച്ചു. കാട്ടിൽ കയറി വെടിയിറച്ചി ശേഖരിച്ച് പട്ടാണി മാവളമാർക്ക് കൊടുത്ത് അതിൽ നിന്നും വരുമാനം കണ്ടെത്തി വരുന്നവരാണ് ഞങ്ങൾ. ഒരിക്കൽ ഇതുപോലെ വേട്ടയ്ക്ക് ഞങ്ങൾ പോയി. പതിവ് പോലെ കാട്ടിറച്ചിയായി കാടിറങ്ങുന്ന നേരം അത് സംഭവിച്ചു. ഞങ്ങളെ ഇരുവരെയും ഫോറസ്റ്റ് സാർമാർ പിടികൂടി. അന്നത്തെ പട്ടിണി പരിവട്ടം മൂലം ചെയ്ത തെറ്റിന്റെ ശിക്ഷ കുറഞ്ഞു കിട്ടി. ഒടുവിൽ കാടിനെ കുറിച്ച് അറിയുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയ അന്നത്തെ DFO ഔസേപ്പ് സാറ് ഞങ്ങൾക്ക് താൽക്കാലികമായി വാച്ചർമാരായി അവിടെ പണിക്ക് കയറ്റി. അങ്ങനെയിരിക്കെ നല്ല മഴക്കാലം, കാട്ടിലെവിടെയോ ഒരു ആന ചെരിഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത അടുത്ത ആദിവാസി കോളനിയിൽ നിന്നും സ്റ്റേഷനിൽ അറിഞ്ഞു. കാട്ടിൽ പച്ചമരുന്ന് ശേഖരിക്കാൻ പോകുന്ന കുറച്ച് കോളനി നിവാസികൾ അവിടെയുണ്ട്. അവർ മൂലം ഇതറിഞ്ഞ ഞങ്ങൾ കുറച്ചു പേര് ചേർന്ന് കാട്ടിലേക്ക് പോയി. നല്ല മഴയാണ്. സമയം വൈകിട്ട് 4 മണിയായിട്ടുണ്ട്. എന്തായാലും പോയി നോക്കണം. അങ്ങനെ ഞാനും കൊച്ചുവും പിന്നെ 3 സാറുമാരും കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു. നല്ല മഴയാണ്. പോകുന്ന വഴിയിൽ ആനകൾ ഇറങ്ങി നിൽപ്പുണ്ട്. ഞങ്ങൾ ഒരു കണക്കിന് പാത്തും പതുങ്ങിയും മുന്നോട്ട് നടന്നു. താണിച്ചോട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ആന കിടപ്പുള്ളത്. എന്തായാലും അവിടെ എത്തിയാൽ കാവൽ നിൽപ്പല്ലാതെ മറ്റൊന്നും നടപ്പില്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ ഒടുക്കം അവിടെ എത്തി. ഒരു ചെറിയ കൊമ്പനായിരുന്നു ചെരിഞ്ഞു കിടക്കുന്നത്. കടുവയുടെ ആക്രമണത്തിൽ ഇരയായ ഒരു കുട്ടിക്കൊമ്പൻ. ചിലപ്പോൾ കടുവ ഇതിനെ തേടി വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടം ഇങ്ങോട്ട് വരാം. രണ്ടിലേതായാലും നമുക്ക് ആപത്താണ്. ആനയ്ക്ക് ചുറ്റിനും ഞങ്ങൾ മുള്ളുകൊമ്പുകളും കൂടിയ ചില്ലകളും വെട്ടി ആനയ്ക്ക് ചുറ്റും വെച്ചു. കാരണം മൃഗം ആക്രമിച്ചാലും ഇനി അഥവാ മറ്റു നായ്ക്കൾ അല്ലെങ്കിൽ മറ്റു നായാട്ടുകാർ ഇതിനെ കണ്ടു വന്നാലും ഈ ഒരു പണി ചെയ്തു വെച്ചാൽ അത്ര പെട്ടെന്ന് ഇതിനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കത് മനസ്സിലാവും. മനുഷ്യൻ വരാഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. മഴ നല്ല പോലെ തോർന്നു. ഇനി ഞങ്ങൾക്ക് ഈ ചെരിഞ്ഞ ആനയും കാണാം. എവിടെയെങ്കിലും ഇരിക്കണം, അത് മഴ കൊള്ളാത്ത വിധം. അടുത്തൊരു പാറക്കൂട്ടമുണ്ട്. അതിനു മീതെ ചാഞ്ഞു വീണ് കിടക്കുന്ന പുല്ലാനിമൊന്തയും. പാറയ്ക്ക് നല്ല വിടവുണ്ട്. കഷ്ടിച്ച് ഞങ്ങൾക്ക് കാല് നീട്ടി കുത്തിയിരിക്കാം. അതിനുള്ളിൽ കഴിയും. ഞങ്ങൾ അങ്ങോട്ട് കയറി. ഒരു 50 അടി മാത്രം അകലം മാത്രമേ ആന കിടക്കുന്ന സ്ഥലത്ത് നിന്നും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കാണൂ. ഞങ്ങൾ 5 പേരും ആ സ്ഥലത്തേക്ക് കയറി ഇരിപ്പായി. അല്പം പൊക്കമുള്ള പാറയാണ്. എന്തായാലും ആന വന്നാലും ഞങ്ങളെ അതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അക്കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ആനയെ മാത്രം പേടിച്ചാൽ മതി. ഞങ്ങളുടെ കയ്യിൽ ഒരു ഷീറ്റുണ്ട്. അത് വെച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്ന പാറയുടെ മുൻവശം ഞങ്ങൾ ഒരു 4 അടി വെച്ച് മറച്ചു. കാരണം മഴ പെയ്ത നനയാൻ പാടില്ല. എന്നാൽ പുല്ലന് വഴികൾ നിറഞ്ഞ സ്ഥലമാണ്. പാമ്പും മറ്റും കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു. സമയം കുറെ പോയി. അന്നേരം എല്ലാവരും ചാരിയിരുന്ന് നല്ല ഉറക്കമാണ്. ആ സമയം ഒരു മരം കടപുഴകി വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു. നല്ല മഴയാണ് പുറത്ത്. അടുത്ത താഴ്വശത്ത് നിൽക്കുന്ന ഒരു മരമാണ് വീണത്. എനിക്ക് മനസ്സിലായി. എല്ലാവരും അപ്പോഴും നല്ല ഉറക്കമാണ്. പാറയുടെ ഉള്ളിലായതുകൊണ്ട് നല്ല സുഖമാണ് ഉറങ്ങാൻ. അങ്ങനെ എനിക്കാണെങ്കിൽ പിന്നീട് ഉറക്കം വരുന്നതുമില്ല. ഞാനൊരു ബീഡി കത്തിച്ച് വലിക്കാൻ തുടങ്ങി. എനിക്കൊന്ന് തലയുയർത്തി നോക്കിയാൽ പുറത്തേക്ക് കാണാം. എങ്കിലും ഞാൻ എഴുന്നേറ്റ് നിന്നു. പുറത്തേക്ക് നോക്കി ബീഡി വലിച്ചു. കാരണം ഇതിൻ്റെ പുക ഉറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി. ചെറിയൊരു മൂത്രശങ്ക എനിക്ക്. എന്നാൽ ഒന്ന് മൂത്രമൊഴിക്കാമെന്ന് ഞാൻ കരുതി. പതിയെ പുറത്തിറങ്ങി.
മഴയൽപ്പം ശമിക്കുന്നത് പോലെയുണ്ട്. ഞാൻ അങ്ങനെ മൂത്രമൊഴിക്കുന്ന നേരം പുറകുവശത്തെ കാട്ടിൽ നിന്നും എന്തോ ഒന്ന് വരുന്നത് എനിക്ക് കേൾക്കാം. മിക്കവാറും അത് ഈ ചെരിഞ്ഞ ആനയുടെ കൂട്ടത്തിൽപ്പെട്ട ആനയാവാം. ഞാൻ വേഗം തന്നെ ഞങ്ങളിരിക്കുന്ന ആ പാറയുടെ അകത്തേക്ക് കയറി. ഇനി ഈ ആന എങ്ങാനും ഞങ്ങളെ കണ്ടാൽ അത് ചിലപ്പോൾ ഞങ്ങൾക്ക് പണിയാകും. അതെനിക്ക് നന്നായി അറിയാം. അങ്ങനെ ഞാൻ അകത്തു മിണ്ടാതെ ഇരുന്നു. ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. ഞാനങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നു. ചെറിയ ചാറ്റൽ മഴയുണ്ട്. കുറ്റിക്കാടും ചെറു കമ്പുകളും ഒടിഞ്ഞു നുറുങ്ങുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. അത് അടുത്തെത്തി. ഏതാണ്ട് ഞങ്ങളിരിക്കുന്ന പാറയ്ക്ക് വലതുവശത്ത് നിന്ന് അത് വന്ന് നിന്നിട്ടുണ്ട്. അതിൻ്റെ ദീർഘശ്വാസഗതിയുടെ ശബ്ദം എനിക്ക് ശരിക്കും കേൾക്കാം. എൻ്റെ ചെവിയിൽ അത് തുളഞ്ഞു കയറി. ഏതായാലും ഒന്നാന്തരമൊരു കൊമ്പനാവാനാണ് സാധ്യത. ഇരുട്ടാണ്. എങ്കിലും എനിക്ക് അങ്ങോട്ടൊന്ന് നോക്കണമെന്ന് തോന്നി. ഞാൻ പതിയെ എഴുന്നേറ്റു. ഞങ്ങൾ ഇരിക്കുന്ന പാറയ്ക്ക് താഴെയാണ് ഇത് വന്ന് നിൽക്കുന്നത്. ഏതാണ്ട് ഒരു 20 അടി ദൂരം ഞാൻ ഊഹിച്ചു. അന്നേരം പെട്ടെന്ന് എൻ്റെ തോളിൽ ഒരു കൈ വന്ന് പതിച്ചു. രാജൻ സാറായിരുന്നു. താൻ എന്താ ഈ നോക്കണേ? എന്നോട് പുള്ളി പതിയെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏതോ വലിയൊരു കൊമ്പൻ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അത് കേട്ട് പുള്ളിക്കും കാണാൻ ആകാംക്ഷയായി. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ആ ഇരുട്ടിലേക്ക് ശ്രദ്ധിച്ചു. അവിടെ നിന്ന് അത് മുന്നോട്ട് ചലിക്കാൻ തുടങ്ങി. ആ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാം. അത് കേട്ട രാജൻ സാറ് എന്നോട് പതിയെ പറഞ്ഞു, ഇത് ആനയുടെ നർത്തം പോലെ അല്ലല്ലോ. അത് പറഞ്ഞു തീർന്നതും വലിയൊരു മിന്നലടിച്ചതും ആ രൂപത്തെ ഞങ്ങൾ ശരിക്കും കണ്ടു. ഒരു കറുത്തു തടിച്ച നല്ല ഉയരത്തിൽ ഒരു മനുഷ്യക്കുറുകനെ പോലെ തോന്നുന്ന ഒരു പർവ്വതം പോലെ ഒരു രൂപം. അത് കണ്ടതും രാജൻ സാറും ഞാനും ഒറ്റ ആന്തലായിരുന്നു. ഒരുമിച്ച് ഞങ്ങൾ പരസ്പരം അറിയാതെ പേടിച്ച് മുറുകെ കെട്ടിപ്പിടിച്ചു. ആ ഒരു നേരിയ മിന്നൽ ഈ രൂപം കാണാൻ വേണ്ടി ഞങ്ങൾക്ക് മുന്നിൽ വന്നതുപോലെ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അന്നേരം തോന്നിയത്. ആ സമയം ശക്തമായ മഴ വീണ്ടും ആരംഭിച്ചു. ഞാൻ സാറിനോട് പതിയെ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ ഒറ്റയ്ക്കാണ് കണ്ടിരുന്നെങ്കിൽ എൻ്റെ ജീവൻ ഇപ്പൊ തന്നെ പോയേനെ എന്ന്. പുള്ളി എൻ്റെ വാ പൊത്തി. പുള്ളിയുടെ കൈകൾ അപ്പോഴും വിറയ്ക്കുന്നത് എനിക്ക് ശരിക്കും അനുഭവപ്പെട്ടു. ആ സമയം ഞങ്ങൾ ഇരിക്കുന്ന പാറയുടെ മറുവശത്ത് നിന്ന് ചെറിയ കല്ലുകൾ ഇളകി വീഴുന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഇതെന്ത് സാധനമാണ്? ഞങ്ങൾക്കൊരു പിടുത്തവും കിട്ടിയില്ല. ഇനി അത് ഇവിടേക്ക് എങ്ങാനും വരുമോ എന്ന ഭയമായിരുന്നു ഞങ്ങൾക്ക്. പെട്ടെന്ന് ഉറക്കെയുള്ളൊരു ചുമ കേട്ട് ഞങ്ങൾ ഞെട്ടി. കൊച്ചു കിടന്ന് ചുമയ്ക്കുന്ന ശബ്ദമാണ്. ഞാൻ പെട്ടെന്ന് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. എന്നാൽ അവൻ അതും അറിയാത്ത മട്ടിൽ വീണ് കിടക്കുകയാണ്. പെട്ടെന്ന് അടുത്ത വശത്ത് നിന്നും ഒരു വലിയ കല്ല് ആ പാറയുടെ പുറത്തുകൂടെ ആരോ ഉരുട്ടി വിട്ടതുപോലെ ആ കല്ല് അവിടെ താഴേക്ക് ഉരുണ്ടു പോകുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. വീണ്ടും ഞങ്ങൾക്ക് ഭയം കൂടി. പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ ഉടനെ എല്ലാവരും വിളിച്ചു. അവരോട് സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട അവർക്ക് ഭയമായി. അപ്പോൾ നേരിൽ കണ്ട ഞങ്ങളുടെ അവസ്ഥയോ? അങ്ങനെയിരിക്കെ വീണ്ടും ആ കാടിൻ്റെ വശത്തുകൂടെ ആരോ ഓടി നടക്കുന്നത് പോലെ മരങ്ങൾ പിടിച്ചു കുലുക്കുന്നത് കൂട്ട ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടു. ഏതാണ്ട് പുലരും വരെ അത്തരത്തിലവിടെ അരങ്ങേറി. പുലർന്നതും മഴ നിന്നു. ഞങ്ങൾ പുറത്തിറങ്ങി ചുറ്റിലും നടന്നു നോക്കി. അവിടെ ഒരു കാൽപ്പാട് പോലും ഞങ്ങൾ കണ്ടില്ല. മറുവശത്ത് ആ കല്ലുകൾ കിടപ്പുണ്ട്. കുറെ കഴിഞ്ഞ് മറ്റു ആൾക്കാർ വന്നു. ഞങ്ങൾ ആനയുടെ കാര്യങ്ങളെല്ലാം നടത്തിയ ശേഷം കാടിറങ്ങി. 1979 കാലഘട്ടങ്ങളിൽ കേളു എന്നയാൾക്ക് സംഭവിച്ച അനുഭവകഥയാണിത്. നിഖിൽ എന്ന സുഹൃത്തിൻ്റെ മുത്തച്ഛൻ്റെ ഒരു അനുഭവകഥ.
ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ അടുത്തൊരു അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു സോൺ.